ഹലോ ഡിയേഴ്സ്, ലേഡീസ് ഹബ്ബായ കേസറിയ ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സാരീസിൻ്റെ മാത്രമായ സെക്ഷൻസ് ആണ്. ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് സാരീസിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ലോകം തന്നെയാണ്. അത്രമാത്രം ഡിസൈൻസ് ആണ്. അപ്പോൾ നമ്മൾ ഡെയിലി പറയുന്ന കാര്യം ഇന്നും പറയാണ്. കേസരിയ ടെക്സ്റ്റൈൽ നമ്മുടെ ഗുജറാത്തിലെ സൂറത്തിലാണ്. നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഇതുപോലെ സെറ്റ് വൈസ് വേണം പർച്ചേസ് ചെയ്യാൻ. സിംഗിൾ പീസ് അവൈലബിൾ അല്ല. പിന്നെ നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറിയിൽ പിൻകോഡ് അനുസരിച്ച് അവൈലബിൾ ആണ്. നിങ്ങൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പിക്കപ്പ് ആൻഡ് ഡ്രോ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് പിക്ക് ചെയ്ത് നമ്മുടെ കേസരിയയിൽ കൊണ്ടെത്തിക്കും. നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾ എവിടെയാണോ പോകേണ്ടത് സ്റ്റേഷനിൽ കൊണ്ട് നിങ്ങളെ കൊണ്ടിറക്കും. പിക്കപ്പ് ആൻഡ് ഡ്രോ സൗകര്യമുണ്ട്. കൂടുതൽ എൻക്വയറിക്ക് നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണ് മിനിമം 5000 അല്ല 10000 രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് മോട്ടിവേഷണൽ ടിപ്സുമായിട്ടാണ്. കാരണം ബിസിനസ് തുടക്കക്കാർക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം തുടക്കക്കാർക്ക് വേണ്ടി ഏറ്റവും നല്ല ഇപ്പോൾ ഒരു ബിസിനസ് വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഫസ്റ്റ് ബിസിനസ്സിൽ ഒന്നാണ് ക്ലോത്ത് ബിസിനസ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു തുണിയുടെ ബിസിനസ് നമുക്ക് ഈസി ആയിട്ട് തുടങ്ങാം. നമുക്ക് പെണ്ണുങ്ങൾക്കായാലും ചേട്ടന്മാർക്കായാലും അല്ല സ്റ്റുഡൻസിലായാലും പഠിച്ചുകൊണ്ട് തന്നെ അവർക്കൊരു സൈഡ് ബിസിനസ്സായിട്ട് ഒരു ക്ലോത്ത് ബിസിനസ് ഈസി ആയിട്ട് കൊണ്ടുപോകാം. പക്ഷെ നമുക്ക് അതിൽ കുറച്ച് ടിപ്സ് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എന്നാൽ നമ്മുടെ ബിസിനസ് ഒരുപാട് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മളൊരു മോട്ടിവേഷണൽ വീഡിയോ കേട്ട് നമ്മൾ ചാടി കയറി ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാതിരിക്കുക. അത് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ ചാടി കയറി ബിസിനസ് തുടങ്ങാതിരിക്കുക. അങ്ങനത്തെ പ്രോബ്ലം. പക്ഷേ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആരെങ്കിലും പറയുന്ന കേട്ട് ഉടനെ ചാടിക്കയറി അത് ചെയ്യുക. അത് നമുക്ക് എപ്പോഴും ഫെയിലായിരിക്കും. കാരണം നമ്മൾ നന്നായിട്ട് ചിന്തിക്കുക. ഇപ്പോൾ ഒരു ബിസിനസ്, ഞാനൊരു എക്സ്പെഷ്യലി ക്ലോത്ത് ബിസിനസ്സിൻ്റെ കാര്യമാണ്, വേറെ ഒരു ബിസിനസ്സിൻ്റെ കാര്യമല്ല, തുണി വ്യവസായത്തിൻ്റെ കാര്യമാണ്. നമ്മളൊരു വീട്ടിലാണോ അല്ലെ ഒരു ഷോപ്പിൽ ഇരുന്ന് നമ്മൾ ബിസിനസ് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്, അല്ലെ വീട്ടിൽ ഇരുന്ന് ഓൺലൈൻ ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ നന്നായിട്ട് ചിന്തിച്ച് നല്ല പ്ലാനിങ്ങോട് കൂടി വേണം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ. കാരണം ഇപ്പം നിങ്ങളൊരു 10000 രൂപ അല്ലെ ഒരു 50000 രൂപയ്ക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അതിൽ നിങ്ങൾ ഫസ്റ്റ് ഇപ്പം എനിക്ക് ടിപ്സ് പറഞ്ഞു, നമ്മൾ വല്ലവരും പറയുന്ന കേട്ട മോട്ടിവേഷണൽ വീഡിയോ കേട്ട് ചാടി കയറി ബിസിനസ് ചെയ്യാതിരിക്കുക. സെക്കൻഡ് വേണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു മാനുഫാക്ചറിങ് കമ്പനി. അവിടെ ലേഡീസ്, നിങ്ങൾ കോട്ടയാണോ അല്ലെങ്കിൽ പാലക്കാട്, കൊല്ലം അങ്ങനെയുള്ള ജില്ലയിലെ പ്രോഡക്റ്റ്സ് വെച്ചാൽ ലേഡീസിൻ്റെ ടേസ്റ്റും ഫാഷനും ഒക്കെ നമുക്കറിയായിരിക്കും. അപ്പം നമ്മൾ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യുമ്പം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് വേണം പർച്ചേസ് ചെയ്യാൻ. അപ്പം അതിന് പറ്റിയ നല്ലൊരു മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക വെച്ചാൽ ഫുൾ ലേഡീസ് വെയർ അവിടെ ഉണ്ടായിരിക്കണം. ഇന്നത്തെ ട്രെൻഡ്, ഇന്നത്തെ ഫാഷൻ, അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോഴത്തേന് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഏത് രീതിയിലുള്ള ഫാബ്രിക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതിനകത്ത് നല്ലൊരു നോളജ് നിങ്ങൾക്ക് വേണം. നല്ല പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഇത് നല്ല ഭംഗിയുണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചാണല്ലോ ഒരിക്കലും നിങ്ങളുടെ പ്രോഡക്റ്റ് സെയിൽ ആവാമെന്ന് വരില്ല. കാരണം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ്, നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഫാഷൻ അനുസരിച്ച് വേണം നിങ്ങൾ പ്രോഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ. ഇനി നാലാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾക്കൊരു സീസൺ, പിന്നെ എന്തെങ്കിലും ഫെസ്റ്റിവല്, ഓണം, വിഷു, ക്രിസ്മസ് അങ്ങനെയുള്ള ഫെസ്റ്റിവല്, അതുകൂടാതെ സമ്മർ സീസൺ, വിൻ്റർ സീസൺ, അങ്ങനെ സീസൺ അനുസരിച്ചും ഫെസ്റ്റിവൽ അനുസരിച്ച് പ്രോഡക്റ്റ് ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കണം. അതുകൂടാതെ നമ്മൾ ആ പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യുന്ന ഒപ്പം ഇന്നത്തെ ട്രെൻഡും കൂടെ ശ്രദ്ധിക്കണം. ഏത് കളറാണ്, ഏത് ഫാഷനാണ്, ഏത് പ്രിൻ്റാണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത്, അതിനൊപ്പം തന്നെ നിങ്ങൾ തിങ്ക് ചെയ്യണം. അങ്ങനെ വേണം നിങ്ങൾ സീസൺ അനുസരിച്ചും ഫെസ്റ്റിവൽ അനുസരിച്ചും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ. ഇനി നമ്മൾ അഞ്ചാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയ നല്ലൊരു സെയിലിങ്ങിനാണേലും നിങ്ങളുടെ പ്രോഡക്റ്റ് ഫേമസ് ആക്കാനും കസ്റ്റമേഴ്സിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിക്കാനും സോഷ്യൽ മീഡിയ ഒരു വലിയൊരു ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴിയും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഗ്രൂപ്പ് അതുപോലുള്ള
ഗ്രൂപ്പുകളിൽ കൂടി നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ പ്രോഡക്റ്റ് എത്താം. അപ്പം 5 ടിപ്സാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം അടുത്ത ടിപ്സ് കേൾക്കണമെങ്കിൽ, അടുത്ത നിങ്ങൾക്കായി ഹെൽപ്ഫുൾ ആയിട്ടുള്ള മോട്ടിവേഷണൽ ടിപ്സ് കേൾക്കണമെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം അടുത്ത വീഡിയോ നമുക്ക് കൂടുതൽ വെറൈറ്റി ടിപ്സുമായിട്ട് വരാം. അപ്പോൾ അതിനു മുമ്പായി കേസരിയ ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ അടിപൊളി കളക്ഷൻസ് നിങ്ങളും പർച്ചേസ് ചെയ്യുക. കേസരിയ ടെക്സ്റ്റൈൽസ് കമ്പനിക്കൊപ്പം നിങ്ങൾക്കും ഈസി ആയിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് വെറൈറ്റി കളക്ഷനൊപ്പം ടിപ്സും കൂടെ കേൾക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. साड़ी कुर्ती या हो लहंगा, सही दाम का नाम केसरिया, सही दाम का नाम.